മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദൈവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും നിങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കൃപ ഈ ദിവസം നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 26 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോനാഥൻ പഠിപ്പിക്കുകയാണ്, ഒരുവൻ വിത്ത് വിതയ്ക്കുമ്പോൾ ആ വിത്ത് വിതച്ചതിന് ശേഷം അവൻ ഉറങ്ങിക്കഴിയുന്നു. ആ വിത്ത് എങ്ങനെ വളരുന്നു എന്ന് അവൻ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധ്വാനങ്ങൾ എങ്ങനെയാ ഫലദായകമാകുന്നത് നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. അത് ദൈവത്തിന്റെ പ്രവർത്തനത്താലാണത് ഫലദായകമാകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഈ ബോധ്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലില്ല. നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ ഈ അധ്വാനത്തിന് ശേഷം അത് ഫലത്തിലേക്ക് എത്തുന്നതിന് ദൈവത്തിന്റെ പ്രവർത്തനം അതിന്റെ പിന്നിൽ ആവശ്യമുണ്ട്. അത് നീ അറിയുന്നുണ്ടോ? ഇല്ലല്ലോ. അത് ദൈവത്തിന്റെ പ്രവർത്തനത്താലാണ് അത് ഫലത്തിലേക്ക് എത്തുന്നത്. ആ ബോധ്യം നിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ. ഈ ബോധ്യമില്ലാതെ നമുക്കിഷ്ടമുള്ളതുപോലെ നമ്മൾ ജീവിച്ചാൽ പോരാ. ദൈവത്തെ ഓർക്കണം. എന്റെ കഴിവ് കൊണ്ട് ഇത് നേടുന്നു എന്ന് നമ്മൾ ആരും പറയരുത്. എന്റെ കഴിവാണിത് എന്നെ വളർത്തിയത് എന്ന് നമ്മൾ ആരും വിശ്വസിക്കരുത്. ഉപരിയായിട്ട് ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സംരക്ഷണം, ദൈവത്തിന്റെ കരുതലാണ് എന്നെ വളർത്തുന്നത് എന്നുള്ള ബോധ്യമുണ്ടാകും. ഞാനൊരു കൃഷി ചെയ്യുമ്പോൾ, ഞാനൊരു പരീക്ഷ എഴുതുമ്പോൾ, ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ദൈവമാണ് ഇതിനെ വളർത്തേണ്ടത്, ദൈവമാണ് ഇത് വിജയിപ്പിക്കേണ്ടത്, ദൈവമാണ് സംരക്ഷിക്കേണ്ടത്. ഈ ഒരു ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഓരോ നിമിഷവും ഉണ്ടായിരിക്കണം. ഈ ഒരു ചിന്തയോടെ വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ദൈവം വളർത്തിയാലേ ഇത് വളരുകയുള്ളൂ. എനിക്ക് നടാനേ പറ്റത്തുള്ളൂ, ഇത് വളർത്താൻ പറ്റത്തില്ല. അത് ദൈവത്തിന് മാത്രമേ വളർത്താൻ പറ്റുകയുള്ളൂ. എനിക്ക് ഉയർത്താൻ പറ്റത്തില്ല, അത് ദൈവത്തിന് മാത്രമേ ഉയർത്താനായിട്ട് പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ ബോധ്യത്തിൽ വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വളർച്ചയുണ്ടാകും, ഉയർച്ചയുണ്ടാകും എന്ന് നമ്മൾ മറന്നുപോകരുത്. അതുകൊണ്ട് ഈ ദിവസം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇത് ദൈവമാണ് ഉയർത്തേണ്ടത്, ദൈവമാണ് വളർത്തേണ്ടത്. ദൈവമേ നിനക്ക് നന്ദി, നിന്റെ ഇടപെടൽ ശക്തമായി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ചെയ്യുക. കൃഷി ചെയ്താലും, ജോലി ചെയ്താലും, പരീക്ഷ എഴുതിയാലും, എന്ത് ചെയ്താലും കാര്യമെല്ലാം ഈശോയ്ക്ക് ഇങ്ങനെ കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് ചെയ്യും. നിന്റെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും, വളർച്ചയുണ്ടാകും. ദൈവത്തിന്റെ പ്രവർത്തനം അവിടെ സംഭവിക്കുകയും ചെയ്യും. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇന്നത്തെ ഇവരുടെ സകല കാര്യങ്ങളിലും അങ്ങ് സംരക്ഷണം ഒരുക്കണമേ. ഇവരുടെ അധ്വാനങ്ങളിൽ ഇവരെ സഹായിക്കണമേ. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളർച്ചയും വിജയവും ഉയർച്ചയും നൽകണമേ. ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഈശോയെ, ഈ ദിവ്യകാരുണ്യത്താൽ ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ കുടുംബത്തിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും പൈശാചിക ശക്തിയിലെ ഉപദ്രവങ്ങളും നാരികീയ ശക്തിയിൽ നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഈശോയെ, അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.